കഴിഞ്ഞ 14 വർഷമായി KMML പണിയെടുക്കുന്നവർ, സ്ഥിരപ്പെടുത്താനുള്ള യോഗ്യതയുള്ളവർ. എന്നിട്ടും ഇവരെ സ്ഥിരപ്പെടുത്താനാകില്ല എന്ന നിലപാടിലാണ് KMML മാനേജ്മെന്റ്. മന്ത്രിതലത്തിലടക്കം ചർച്ചകൾ നടത്തി. എന്നിട്ടും പരിഹാരമുണ്ടായില്ല. അതോടെയാണ് ജീവനക്കാർ പണിമുടക്കിലേക്ക് നീങ്ങിയത്. ഇന്നലെ രാവിലെ ആരംഭിച്ച പണിമുടക്ക് 24 മണിക്കൂർ നീണ്ടു. സംസ്ഥാനത്ത് ലാഭത്തിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനമാണ് KMML. നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ പോലും തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുന്നു. എന്നിട്ടും തങ്ങളോട് എന്തിനാണ് അവഗണനയെന്ന് ചോദിക്കുന്നു തൊഴിലാളികൾ. ഏകദേശം 25-30 വർഷക്കാലം വരെ കോൺട്രാക്ട് സൈറ്റിൽ ജോലി ചെയ്ത തൊഴിലാളികൾ ഉൾപ്പെടെ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. 639 തൊഴിലാളികളുള്ള ഞങ്ങൾക്ക് സ്റ്റാറ്റ്യൂട്ടറി ആനുകൂല്യങ്ങൾ പോലും നിഷേധിക്കുന്ന നിലപാടുകളാണ് മാനേജ്മെന്റ് സ്വീകരിച്ചിരിക്കുന്നത്. സ്ഥിരം തൊഴിലാളികൾക്കനുസരിച്ച് താൽക്കാലിക ജീവനക്കാർക്കും ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും നൽകാൻ തീരുമാനിച്ചിരുന്നു. അതും നടപ്പായില്ല. വിവിധ യൂണിയനുകളിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികൾ ഒരുമിച്ചാണ് സൂചനാ പണിമുടക്ക് നടത്തിയത്. പണിമുടക്കിനിടെ പോലീസും തൊഴിലാളികളും തമ്മിൽ നേരിതോതിൽ ഉന്തും തള്ളുമുണ്ടായി. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.